കുക്കറിലൊരു അമ്പൂർ ബിരിയാണി ഉണ്ടാക്കാൻ വെക്കുന്നത്. 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് കുക്കറിൽ. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. വെളിച്ചെണ്ണയും നെയ്യും ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്ക ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. സവാള ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അമ്പൂർ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഉണക്കമുളക് ഒന്ന് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെക്കണം. ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് ഈ കുതിർത്ത് വെച്ച ചുവന്ന മുളകും അതിൻ്റെ കൂടെ കുറച്ച് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു വലിയ വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ആ അരച്ച് പേസ്റ്റ് ഈ ഉള്ളിയിലിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കുക. അതൊന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. അമ്പൂർ ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിച്ചപ്പും പുതിനയും. അപ്പോൾ അത് നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഹാൻഡ്ഫുൾ ഓഫ് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് സോട്ടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പുളിക്ക് ആവശ്യത്തിന്. തൈര് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നന്നായി 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഞാൻ ഇവിടെ 2.5 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത്. 2.5 ഗ്ലാസ് ജീരകശാല അരിക്ക് നമ്മളൊരു 5 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 5 ഗ്ലാസ് വെള്ളം ആദ്യം തന്നെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഈ വെള്ളം ഒഴിച്ച് നമുക്ക് ഉപ്പൊക്കെ പാകത്തിന് നോക്കി ഉപ്പും പുളിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച്, ഞാൻ ഇവിടെ ഒരു വിസിലേ ഇട്ടിട്ടുള്ളൂ, ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. അമ്പൂർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.